തെക്കൻ കേരളത്തിൽ നിന്നുള്ള വാർത്തകളുടെ അപ്ഡേറ്റ്സുമായി മേഘന മുരളിയുണ്ട് തിരുവനന്തപുരത്ത്. മേഘന, വെരി ഗുഡ് മോർണിംഗ്. ആഗോള അയ്യപ്പ സംഗമം, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം, ഈ കണക്കുകളിലെ പൊരുത്തക്കേട് അതൊക്കെ കൃത്യമായി ഇനി ജനങ്ങളുടെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. 2 ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ എന്തായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ മാറ്റമുണ്ടെങ്കിൽ അതിന് കാരണമെന്ന് ഇതൊക്കെ വ്യക്തമായി പൊതുസമൂഹത്തെ ബോധിപ്പിക്കേണ്ടതായ കാര്യമുണ്ട്. മറ്റൊന്ന്, തിരുവനന്തപുരം മാളിൽ SFI പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ തീരുമാനമൊന്നുണ്ടായേക്കും. മുൻ മന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടുമുതൽ തിരിമറി കേസിൽ നിർണായക വിധി ഇന്ന് വരികയാണ്. ഇതടക്കം എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. വാർത്താ സമ്പന്നമായ പകൽ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കാണ്. അതിൽ അടിമുടി അവ്യക്തത ഇപ്പോഴും തുടരുന്നു. ഇപ്പോഴും പൊതുമധ്യത്തിലുള്ളത് 3 കണക്കാണ്. അതിൽ സർക്കാർ ഇപ്പോഴും പറയുന്നത് 4 കോടിയിലധികം രൂപ മാത്രമേ ചെലവായിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടും അതുപോലെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് 5 കോടിയിലധികം രൂപ ചെലവായി എന്നുള്ളതാണ്. അതിനുശേഷം വന്ന ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ കണക്കുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 7.2 കോടി രൂപ ചിലവായി എന്നുള്ളതാണ് GST ഇൻവോയ്സ് വരുന്നത്. അങ്ങനെ 3 കണക്കുകളാണ് ഇപ്പോൾ പൊതുമധ്യത്തിലുള്ളത്. അതിൽ തന്നെയാണ് ഒരു നിർണായക യോഗം, ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു നിർണായക യോഗം ചേരാനിരിക്കുന്നത്. അതിൽ പ്രധാനമായും നോക്കുന്നത് ഈ കണക്കുകളിലെ പൊരുത്തക്കേടുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. അതിൽ നേരത്തെ തന്നെ സർക്കാരിന്റെ നിലപാടെന്ന് പറയുന്നത് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ ഒരു പിഴവ് മൂലമാണ് ഇത്തരം വൈരുദ്ധ്യം വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ GST ഇൻവോയ്സ് കൂടി പുറത്തു വരുമ്പോൾ സർക്കാരിന് ആ രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി സംശയമാണ്. എന്തായാലും ഇതിൽ ഇന്നത്തെ യോഗത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇന്നത്തെ നിർണായക യോഗത്തിൽ ഈ ഓഡിറ്ററും അതുപോലെ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ സ്പോൺസർമാർ അടക്കം പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം സർക്കാർ ഒരു തീരുമാനം അറിയിക്കും. ഒരു എത്ര ചിലവായി എന്നുള്ളൊരു കണക്ക് സർക്കാർ ഇനിയെങ്കിലും പറയുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഈ ഹർജി പുനഃപരിശോധിക്കുന്നതാണ്. അതിൽ ഇനി എന്ത് സർക്കാരിന്റെ തീരുമാനം, എന്താണ് നിലപാട് എന്നുള്ള കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. അതിൽ 2018 ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശിപ്പിക്കാം, പ്രായഭേദമന്യേ പ്രവേശിക്കാമെന്ന സുപ്രീം കോടതി വിധി വരുന്നത്. അതിനുശേഷം 2019 ഇത് പുനഃപരിശോധിക്കാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം ആ സമയത്തെ നിലപാട് തന്നെയാണോ ഇന്നും സർക്കാരിന് എന്ന് തന്നെയാണ് നിർണായകമായ കാര്യം. അതിൽ തിരഞ്ഞെടുപ്പ് അടക്കം മുന്നിൽ കണ്ട് വീണ്ടും ഒരു വിവാദത്തിലേക്ക് പോകാൻ സർക്കാർ തയ്യാറാകുമോ എന്നുള്ള കാര്യം കൂടി അത് അറിയേണ്ടതുണ്ട്. അതിൽ ഇന്നലെ അടക്കം നിയമമന്ത്രി പറഞ്ഞത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എന്നുള്ളതാണ്. അതെന്താണ് ആ തീരുമാനം എന്ന് തന്നെയാണ് ഇനി വരും ദിവസം ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടറി അടക്കം ഈ കാര്യം തീരുമാനിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഇതിൽ എന്ത് തീരുമാനമെടുക്കണം, വിശ്വാസികൾക്കൊപ്പമാണ് എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഇപ്പോഴും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മലക്കമറയിൽ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അന്നത്തെ 2018 ഒരു നിലപാടിൽ നിന്ന് ഇന്ന് മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് അറിയുകയും വേണ്ടത്. അതുപോലെ തന്നെയാണ് മറ്റൊരു കേസ്, തലസ്ഥാനത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദമായ പോലീസും അതുപോലെ തന്നെ SFIയും തമ്മിലുള്ള ഒരു വാക്കുതർക്കവും സംഘർഷവും, അതുപോലെ തന്നെ SFI പ്രവർത്തകർ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്ന സംഭവവും. അതിൽ ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർണായക തീരുമാനമുണ്ടാകും. അതിൽ ഈ CP ആയിട്ടുള്ള മിഥുൻ റോയിക്കെതിരെ ചുമത്തിയിട്ടുള്ള ജാമ്യമില്ലാ വകുപ്പ് അത് ഒഴിവാക്കുമോ എന്നുള്ള കാര്യം തന്നെയാണ് നിർണായകം. നേരത്തെ തന്നെ ഈ CPയുടെ സഹോദരിക്കെതിരെ ചുമത്തിയ ജാമ്യമില്ലാ വകുപ്പ് ഒഴിവാക്കിയിരുന്നു. ഇനി ഇപ്പോൾ ACP കൊടുത്ത അന്വേഷണ റിപ്പോർട്ട് അടക്കം പരിഗണിച്ച് ഈ ജാമ്യമില്ലാ വകുപ്പ് ഒഴിവാക്കണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അതിൽ ഇനി ഏതെങ്കിലും തരത്തിൽ തിരുത്തൽ വരുത്തണമെങ്കിൽ കോടതിയുടെ അടക്കം നിർദ്ദേശപ്രകാരമായിരിക്കും FIRൽ തിരുത്തൽ വരുത്തലുണ്ടാവുക. കൂടാതെ ഈ CPO മിഥുൻ റോയിക്കെതിരെ ഉണ്ടായിട്ടുള്ള മുന്നേയുള്ള പരാതികളടക്കം പരിഗണിക്കുമെന്നുള്ള കാര്യം കൂടി അറിയുന്നു. അതുപോലെ തന്നെ മറ്റൊരു കേസ്, ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആന്റണി രാജു MLAക്ക് ഏറ്റവും നിർണായകമായേക്കാവുന്ന തൊണ്ടിമുതൽ തിരിമറി കേസിൽ ഒരു നിർണായക വിധി ഇന്ന് വരുന്നുണ്ട്. അതിൽ ലഹരിക്കേസ് പ്രതിയെ ഈ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തി രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആന്റണി രാജുവിനെതിരായിട്ടുള്ള കേസ്. അതിൽ 3 വർഷം ശിക്ഷയും അതുപോലെ തന്നെ 10,000 രൂപ പിഴയുമാണ് ആന്റണി രാജുവിന് ചുമത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നെടുമങ്ങാട് കോടതി ഈ ശിക്ഷാവിധി മരവിപ്പിച്ചെങ്കിലും ഇനി ഈ കുറ്റക്കാരനെന്ന് വിധിച്ച കോടതി നടപടി മരവിപ്പിക്കണമെന്നുള്ളതാണ് ആന്റണി രാജുവിന്റെ അപ്പീൽ. ആ അപ്പീലാണ് ഇന്ന് പരിഗണിക്കുന്നത്. നേരത്തെ തന്നെ വാദം പൂർത്തിയായിരുന്നു. അതിനുശേഷം അത് മരവിപ്പിക്കുകയാണെങ്കിൽ ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളടക്കം നിർണായകമാണ്. എന്തായാലും ആ കാര്യത്തിൽ കൂടി ഇന്നൊരു തീരുമാനമുണ്ടാകും. ശരി, മേഘന മുരളിയാണ് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.